ആരോടെങ്കിലും വല്ലതും പറഞ്ഞ? ഏയ്, ഞാൻ ആരോട് പറയാൻ? ഇത് അതീവ രഹസ്യമായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം. സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. അപ്പോ എന്നെ കൊണ്ടുള്ള ആവശ്യം മാഡത്തിന് കഴിഞ്ഞു. തൽക്കാലം കഴിഞ്ഞു. പക്ഷേ ഇനിയും വേണ്ടിവരും. സന്ദീപിന്റെ അനഘയുടെയും വിവാഹം കഴിഞ്ഞുടൻ ചില പ്രതികാരങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിട്ടില്ലേ, നെല്ലിശ്ശേരിയുടെ അസ്ഥിവാരം തോണ്ടുന്ന കാര്യം ഞാൻ ചെയ്തോളാം. നീയും എന്റെ കൂടെ വേണം, എനിക്കൊരു ധൈര്യത്തിന്. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അത് സച്ചേട്ടനെ കൂട്ടാതെ ഞാനിങ്ങോട്ട് വന്നേ. സന്ദീപിനെ അറിയാലോ എനിക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്നും ആരെക്കുറിച്ചാണെന്നും. ആരെ വിവാഹം കഴിക്കണം, ആരോടൊപ്പം ജീവിക്കണമെന്നൊക്കെ സന്ദീപിന്റെ ഇഷ്ടവും തീരുമാനമാണ്. അതൊരിക്കലും ഈ ഏട്ടത്തെ വേണ്ടെന്ന് പറയില്ല. പക്ഷെ അത്രയ്ക്കും സ്നേഹിച്ചൊരാളുടെ മാറ്റം എന്താണെന്നറിയാതെ താഴെ ഒരാൾ തകർന്നു നിൽപ്പുണ്ട്. എൻ്റെ അനിയത്തി ആദരയാത്. ഏതൊരു ബന്ധത്തിൽ നിന്ന് അകലുമ്പോഴും അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം എതിരെ നിൽക്കുന്നവരെ കൂടി മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത അകന്നു പോകുന്നവർക്കുണ്ട്. നീ എന്നോടും സച്ചേട്ടനോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഇത്രയും നാള് സ്നേഹിച്ച് വിശ്വസിച്ച ആതിരയോടെങ്കിലും നീ അത് പറയണം. നിന്റെ ആതിരയുടെയും പരസ്പര സ്നേഹവും വിശ്വാസവും കണ്ട് സന്തോഷിച്ചിരുന്നവരാ ഞാനും സച്ചേട്ടനും. അതുകൊണ്ട് നീ വന്ന് പറഞ്ഞപ്പോ സച്ചേട്ടന് നമ്മുടെ ഒപ്പം നിന്നത്. നിന്റെ ഈ മനംമാറ്റം കൊണ്ട് എത്ര പേരാ വിഷമിക്കുന്നതെന്ന് നിനക്കറിയോ? അത് നീ കണ്ടില്ലെന്ന് വെച്ചാലും നിനക്ക് നിന്റെ മനസ്സിനെ ചതിക്കാനാവോ? എഴുതി ഞാനൊന്ന് പറഞ്ഞു തന്നെ കാരണം. എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി അനക്ക നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇതൊക്കെ മറന്ന് ഞാൻ ആദ്യമായി ഞാൻ എങ്ങനെ നല്ലൊരു ജീവിതം ജീവിച്ചു തീർക്കും? ജീവിതം മുഴുവൻ സ്വസ്ഥതക്കേട് കൊണ്ട് നടക്കുന്നതിലും നല്ലതല്ലേ ഏട്ടത്തി? കുറച്ച് സമാധാനക്കേടുണ്ടായാലും പിന്നീട് നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റുന്നത്. അതെപ്പോഴെങ്കിലും ആദരയ്ക്ക് മനസ്സിലാവും. ഇല്ല, ഇതൊന്നും ആദരയ്ക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. ആദരയ്ക്കെന്നല്ല, ആർക്കും. നിനക്ക് പോലും ഉറപ്പില്ലാത്ത ഒരു കാര്യം എങ്ങനെയാ നിന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പോകുന്നത്? നീ എന്തൊക്കെയോ മറച്ചു വെച്ച സംസാരിക്കുന്നതും പെരുമാറുന്നതും. ഞാൻ ആരോടും ഒന്നും മറച്ചു വെക്കുന്നില്ല ഏട്ടത്തി. മറച്ചു വെക്കുന്നില്ല എങ്കിൽ നിന്നെ ഒരാൾ വിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്ന ഒന്നും നീ എന്താ ആരോടും പറയാത്തത്? എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ന്യായമുണ്ട് സന്ദീപേ. ഇതുവരെ ഞാൻ നിന്നോട് ഒന്നും സംസാരിക്കാൻ വരാത്തത് മറ്റൊന്നും കൊണ്ടല്ല. എന്റെ അനിയത്തെ വേണ്ടാത്ത ഒരാളുടെ പുറകെ നടന്ന് അവളുടെ സ്നേഹവും പറഞ്ഞ് നിന്നെ നിർബന്ധിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് തന്നെയാ. ഞാൻ അങ്ങനെ ചെയ്താ ഞാനും അവന്തികേട്ടത്തെയും തമ്മിൽ എന്ത് വ്യത്യാസം? പിന്നെ എന്റെ അനിയത്തിക്കൊരു പ്രത്യേകത ഉള്ളത് നീ കൊടുത്ത വാക്കുകളിൽ വിശ്വസിച്ചു എന്നുള്ളത് മാത്രം. എന്തിനാ നീ വേണ്ടെന്ന് പറഞ്ഞതെന്നറിയാതെ കരഞ്ഞു തളർന്ന് സ്വയം ഇല്ലാതാവുന്നുണ്ടവള്. ഈ തീരുമാനങ്ങളൊന്നും നീ സ്വയം എടുത്തതാണെന്ന് ഏട്ടത്തി ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ ശ്രമിക്കും, നീ അനഘയുടെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം വരെ. ആദരെ, എനിക്കറിയാം നിനക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന്. ഞാനും നീയും സന്ദീപിനെ ഒരുപാട് സ്നേഹിച്ചു. അവനെ കിട്ടാൻ പോകുന്നത് എനിക്കും. സന്ദീപ് ഈ വിവാഹത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോ ഞാനും സന്ദീപ് ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ ആദ്യം ചിന്തിച്ചത്. ഇതറിയുമ്പോഴുള്ള
നിന്റെ അവസ്ഥയെക്കുറിച്ചാ. കാരണം നിന്റെ വേദന മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും. സന്ദീപ് നീ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞപ്പോ ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാനും. നമ്മൾ പെൺകുട്ടികൾക്ക് ആരെങ്കിലും ഇഷ്ടമായ അവരെ ഒരുപാട് സ്നേഹിക്കും, വിശ്വസിക്കും. നമുക്കവരെ എത്രത്തോളം ഇഷ്ടമാണെന്ന് പോലും നോക്കാതെ അവര് നമ്മളെ വലിച്ചെറിയുമ്പോ ഇതുപോലെ കരഞ്ഞു നിൽക്കാനേ പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കും. നാളെ ഞങ്ങളുടെ വിവാഹം. സന്ദീപ് എന്റെ സ്വന്തം ആകുന്ന ദിവസം. എന്റെ ഭർത്താവാകാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരു പെണ്ണ് കണ്ണീരൊഴുക്കുമ്പോ ഞാൻ എന്ത് സമാധാനത്തിലാ മണ്ഡപത്തിലേക്ക് കയറുന്നത്? നിന്റെ കണ്ണീര് കാണാതെ ഞാൻ പോയാ എനിക്കും സന്ദീപിന് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നീ എല്ലാം മറക്കണം. മറന്ന് പുതിയൊരു ജീവിതം ജീവിച്ചു തുടങ്ങണം. എനിക്ക് അവനെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാ. അല്ലെങ്കിൽ നിന്റെ സന്ദീപിന്റെ ഇടയിലേക്ക് ഒരിക്കലും ഞാൻ വരില്ലായിരുന്നു. ഈ വീട്ടിലേക്ക് വന്ന കാലം മുതലുള്ള ഇഷ്ടവും സ്വപ്നവും നടക്കാൻ പോകുന്നത്. പലപ്പോഴായി അവന് വേണ്ടി നിന്നോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുമുണ്ട്. അതെല്ലാം അവൻ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്നുണ്ടായതാ. പക്ഷെ ഉള്ളിൽ എവിടെയോ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു ദിവസം അവൻ എന്നെ മനസ്സിലാക്കുമെന്ന്, എന്റെ ഇഷ്ടം തിരിച്ചറിയുമെന്ന്. ഇപ്പതാ അത് സംഭവിച്ചു. ആ സന്തോഷത്തിൽ ഞാൻ പലപ്പോഴും മതിമറക്കുന്നുണ്ടെങ്കിലും നിന്റെ ഈ കണ്ണീരെന്നെ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. നമ്മള് മത്സരിച്ച് സ്നേഹിച്ചപ്പോ ഈശ്വരന് തോന്നിക്കാണും ജീവിതത്തിൽ മറ്റൊന്നും തരാതെ നഷ്ടങ്ങൾ മാത്രം തന്നതിന് പ്രായശ്ചിത്തമായി സന്ദീപിനെ ഇവൾക്ക് കൊടുത്തേക്കാന്ന്. നീ ഇങ്ങനെ എന്റെ മുന്നിൽ നിന്ന് കണ്ണ് നിറയ്ക്കരുത്. അതും സന്ദീപിന് വേണ്ടിയാകുമ്പോ എന്റെ ഉള്ളിൽ പിടയുന്നുണ്ട്. എന്റെ വിഷമം അനക്ക് കണക്കിലെടുക്കണ്ട. ഇതൊക്കെ എനിക്ക് ശീലമില്ലാത്തത് കൊണ്ടാ. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആളെ കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. സന്ദീപൻ തിരികെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ അതെല്ലാം അവൻ നിസ്സാരമായി മറന്നപ്പോ താങ്ങാൻ പറ്റുന്നില്ല. സന്ദീപ് നീ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ഞാൻ പതിയെല്ലാം മറന്നോളാം. എന്നെക്കുറിച്ചും എന്റെ ജീവിതത്തെക്കുറിച്ചും ഒരിക്കലും നീയോ സന്ദീപ് ഓർക്കരുത്. ആതിരയുടെ ജീവിതവും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാനായിട്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. എന്റെ വിഷമവും സങ്കടവും അനക്ക് കണക്കിലെടുക്കണ്ട. അനക്ക് പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം വരാൻ പോകുന്ന. അതിനിടയ്ക്ക് എന്റെ വിഷമമൊന്നും അനക്ക് കണക്കാക്കണ്ട. നീ വിഷമിക്കും വേണ്ട. അതിനിവിടെ ആർക്കാ വിഷമം? നിന്റെ ഈ വിഷമവും കണ്ണീരും കണ്ടിട്ട് ആർക്കായി ഇവിടെ വിഷമോന്ന്? എനിക്കോ? നിന്റെ ഉള്ളിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ സെന്റി അടിച്ചോന്നേ ഉള്ളൂ. നീ കരയണം. ഇങ്ങനെ മാറി നിന്ന് ആരും കാണാതെയല്ല, എല്ലാവരുടെ മുന്നിൽ നിന്ന് കരയണം. നെഞ്ചത്തടിച്ച് നിലവിളിക്കണം. അതെനിക്ക് കാണാൻ വേണം.
നിന്റെ കണ്ണിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ കണ്ണീരുണ്ടല്ലോ, അത് നിനക്കുള്ള ശിക്ഷയാ. എന്റെ സന്ദീപിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷ. നീ കരയുന്ന പോലെയല്ല, നെഞ്ചു പൊട്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നെ തിരിച്ചറിയാതെ പോയ ഒരുത്തനെ ഇഷ്ടപ്പെട്ടതോർത്ത് ഈ വീടിന്റെ ആ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ കരഞ്ഞതും നിലവിളിച്ചതും ഒന്നും ആരും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്തില്ലെന്ന് പറയുന്നതാവും ശരി. അന്ന് നീ നിന്റെ ചേച്ചി എന്നെ പരിഹസിച്ചു. നെഞ്ചിനുള്ളിൽ ഞാൻ സൂക്ഷിച്ച എന്റെ ഇഷ്ടത്തെ നിസ്സാരമായി ചവറ്റുകൊട്ടയിലേക്ക് എടുത്തെറിഞ്ഞു. അതിനെല്ലാം ചേർത്തുള്ള ശിക്ഷയടി നീ ഇപ്പൊ അനുഭവിക്കുന്നേ. ഈ ജന്മം മുഴുവൻ ഇനി അങ്ങോട്ട് കരഞ്ഞു തീർക്കാനടി നിന്റെ വിധി. നിന്റെ പരിശുദ്ധ പ്രേമത്തെ പുറംകാലിന് അടിച്ചില്ലടി സന്ദീപ്. വലിയ വീട്ടിലെ ചെക്കന്മാരെ അർഹതയില്ലാതെ സ്നേഹിക്കുന്നവളുമാരുടെ എല്ലാ അവസ്ഥ ഇത് തന്നെയാ. ഇപ്പൊ എന്താ, ഈ വിവാഹം മുടക്കാന്ന് നിന്റെ ചേച്ചി നിനക്ക് വാക്കൊന്നും തന്നില്ലേ? തരില്ല. ചേച്ചിക്കറിയാം അതിനി നടക്കില്ലെന്ന്. അവന്തികയെ ജയിക്കാൻ ഒരു പരിധിക്കപ്പുറം അർച്ചനയ്ക്കാവില്ല. അനഘയെ ജയിക്കാൻ ആദരിക്കും. അതിനും മാത്രം ധൈര്യവും കെൽപ്പൊന്നും അർച്ചനയ്ക്കും ആദരിക്കും ഇല്ല. നീ എന്താ പറഞ്ഞത്? ഇനി മുതൽ എന്റെയും സന്ദീപിന്റെയും ജീവിതത്തിലേക്ക് വരില്ലെന്നോ? അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. വരരുത്. ഞങ്ങളുടെ ജീവിതത്തിലേക്കെന്ന് മാത്രമല്ല, നാളെ സന്ദീപ് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞ ഈ വീടിന്റെ പരിസരത്തോ എന്റെയും അവന്റെയും കൺമുന്നിലും നിന്നെ കണ്ടുപോരുത്. ഈ നെല്ലിശ്ശേരി വീട്ടിലെ ഇളയ മരുമകളായി ഞാൻ സന്ദീപിന്റെ കൈ പിടിച്ച് കയറുന്നതോടെ നിന്റെ ചേച്ചിയുണ്ടല്ലോ അർച്ചന, അവളുടെ കാര്യവും പോക്ക. ഞാൻ കരഞ്ഞതിനൊക്കെ പകരം ചോദിച്ചിട്ടേ ഈ അനഘ അടങ്ങൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നീ നിന്റെ ചേച്ചിയോട് പോയി പറഞ്ഞേക്ക്. താൻ ഇവിടെ നിൽക്കാണോ? താഴെ അച്ഛനും അനുവേട്ടനൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അവരുടെ ഒന്നും മുഖത്ത് നോക്കാൻ എനിക്ക് ധൈര്യമില്ല. പ്രത്യേകിച്ച് ആതിരയുടെ. അവളുടെ ജീവിതം ഇല്ലാതാവാൻ ഞാൻ മുൻകൈ എടുത്തല്ലെന്ന് ആലോചിക്കുമ്പോൾ എന്റെ നെഞ്ച് പൊടിഞ്ഞു പോവാ. ഇതൊക്കെ ഇത്രയും വഷളായതും ഇനി അങ്ങോട്ട് നടക്കുന്നതിനുമൊക്കെ ഞാനും താനുമൊക്കെ ഒരു കാരണമാണെന്ന് നോക്കുമ്പോൾ താൻ പറഞ്ഞ വിഷമം എനിക്കും ഉണ്ടല്ലോ. സന്ദീപിനെ ആദരയ്ക്ക് കൊടുക്കാമെന്ന് ഞാനും താനും വാക്ക് കൊടുത്തിരുന്നതാ. നമ്മൾ വാക്ക് പാലിച്ചിട്ടും സ്നേഹിച്ചവൻ വഴിമാറി ചിന്തിച്ചില്ലേ? തൻ്റെ മനസ്സിലുള്ള അതേ ചോദ്യം എൻ്റെ മനസ്സിലുമുണ്ട്. ആതിരയോട് നമ്മൾ എന്തു പറയുന്നു? ഇനിയിപ്പം നമ്മൾ ചേച്ചി, എന്നോട് എന്ത് പറയുമെന്ന് ആലോചിച്ച് നിങ്ങൾക്കൊരാശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല. കാരണം സന്ദീപിൻ്റെ ഒരു കാര്യവും ഞാൻ നിങ്ങളോട് ചോദിക്കില്ല.
എനിക്കറിയാം സച്ചേട്ടനും ചേച്ചിയും ഈ കാര്യത്തിൽ നിരപരാധികളാ. മോളെ, നീ ഇത്രയും വിഷമിക്കാൻ ഞങ്ങളും കൂടി ഇല്ല ചേച്ചി. ഞാൻ ഇത്രയും വിഷമിക്കാൻ കാരണം ഞാൻ തന്നെയാ. നിങ്ങളെ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാൻ തന്നെയാ. ആതിര, ഞാൻ സന്ദീപിനോട് ഒന്നുകൂടെ സംസാരിക്കാം. അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കാം. എന്തിനാ സച്ചേട്ടൻ? സച്ചേട്ടൻ പറഞ്ഞാലേ അവനെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവനെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വേണം അവനറിയാൻ. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. അതൊക്കെ മറന്ന് അവൻ പുതിയൊരു ജീവിതം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവനോട് ഇനി എന്തിനാ അവൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്? മറക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ മറവിക്ക് വിട്ടുകൊടുക്കണം സച്ചേട്ട. ഒരധികം പറ്റായി വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് സ്ഥാനം പിടിക്കാൻ ഞാൻ പോകുന്നില്ല. അതിനെനിക്ക് ആഗ്രഹവുമില്ല. അങ്ങനെ പറിച്ചറിയാൻ പറ്റുന്ന ഒരു ബന്ധമല്ലല്ലോ നിങ്ങൾ തമ്മിൽ. അവനിതൊക്കെ നിസ്സാരമാണെന്ന് തോന്നിയാലും പുറത്തു നിൽക്കുന്ന ഞങ്ങൾക്കറിയാം അതങ്ങനല്ലെന്ന്. ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്റെ അനിയൻ കാരണം തകരരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അതെ മോളെ, ഇത് നിന്റെ മാത്രം കാര്യമല്ല. നാളെ ഒരു സമയം ഇതൊക്കെ അനഘ അറിഞ്ഞ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ് തന്റെ കഴുത്തിൽ താലി കിട്ടിയെന്ന് അവൾ അറിയുമ്പോ അനഘയെന്നല്ല ഏത് പെണ്ണിന് സഹിക്കാനാവോ അത്? എല്ലാവരുടെയും സമാധാനത്തിന് ഇനി ഒരു വഴിയേ ഉള്ളൂ. ഈ വിവാഹം നടക്കരുത്. സന്ദീപും അനഘയും വിവാഹം കഴിക്കാൻ പാടില്ല. മുൻപൊരു തവണ അത് സംഭവിച്ചു. എന്നാ ഇപ്പോ സന്ദീപും അതിന് തയ്യാറായതുകൊണ്ട് അതത്ര എളുപ്പമല്ല. പിന്നെ ആകെയുള്ളൊരു വഴി. എനിക്കറിയാം ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നെന്ന്. ഈ വിവാഹം മുടക്കാൻ വലിയ എളുപ്പമോ? ഞാനിപ്പോ താഴെ ചെന്നിട്ട് നടന്നെല്ലാം തുറന്നു പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളതൊക്കെ ചെയ്യുന്നത് എന്നെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയാന്ന് ഓർക്കുമ്പോഴാ ഞാനതൊക്കെ ചെയ്യാതിരിക്കുന്നത്. ഞാനങ്ങനെ ചെയ്ത ഈ വിവാഹം നടക്കാതിരിക്കണമെന്നില്ല. അവന് പറ്റിയൊരു അബദ്ധമായി അവനെല്ലാം ഒരു മാപ്പിൽ തീർക്കുമ്പോ വിവാഹബന്ധം വേർപിരിയാമെന്ന ധാരണയിലേക്ക് എത്തിച്ച് അതിനൊരു പരിഹാരം കാണും അവന്റെ കേട്ടത്തി ഞാനൊക്കെ. പിന്നീടുള്ള കാലം എല്ലാവരുടെയും മുന്നിൽ എനിക്കുള്ള സ്ഥാനം എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുത്തുവാക്കുകളും പരിഹാസവും ജീവിതാവസാനം വരെ കേൾക്കേണ്ടി വരും എനിക്ക്. ഇപ്പോ അനക്ക് എന്നോട് സംസാരിച്ചിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ അവളുടെ കൺമുന്നിൽ പോലും ചെല്ലരുതെന്ന അവൾ എന്നോട് പറഞ്ഞത്. അത് കേട്ടിട്ട് ഞാൻ മിണ്ടാൻ നിന്നത് എന്റെ തീരുമാനവും അത് തന്നെ ആയതുകൊണ്ടാ. ഇനി ഒരിക്കലും സന്ദീപിന്റെ അനഘയുടെ ഇടയിലേക്ക് ആതിര ചെല്ലില്ല. എന്റെ സ്നേഹം പറഞ്ഞു, എന്റെ സ്നേഹം മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. സന്ദീപിന്റെ മുന്നിൽ ഞാൻ അപേക്ഷിക്കാൻ നിൽക്കില്ല. ഇനി ആരെയും ഞാൻ ഇതുപോലെ സ്നേഹിക്കില്ല. കാരണം എല്ലാം വെറുതെ. ഈശ്വരൻ തന്ന തലവിധി ഒരു പരിഭവം പറയാതെ
ഞാൻ സ്വീകരിക്കുക. സ്നേഹത്തിലും മതി മറന്നതിനും എന്റെ അച്ഛനെയും ഏട്ടനെയും അമ്മയും ഒക്കെ ഞാൻ ചതിച്ചതിനുള്ള ശിക്ഷയായിട്ട് ഞാനിതിനെ കണ്ടോളാം. എന്റെ സന്ദീപിന്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒരിക്കലും ആർക്കും ഒരു ശല്യമായിട്ട് വരില്ല. ഇത് ഞാൻ എൻ്റെ മനസ്സിനും മനസാക്ഷിക്കും കൊടുത്ത വാക്ക.